അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ 10 ദിവസമുണ്ട്, അല്ലെങ്കിൽ 7, 8, 9 എന്തെങ്കിലും എത്രയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വിപിൻ ഷെഡ്യൂൾ ചെയ്യുക കുട്ടികൾ? രാവിലെ മുതൽ വൈകിട്ട് വരെ ഏതൊക്കെ രീതിയിലാണ് എൻ്റെ ടൈം കളയുന്നത് നോക്കുക. ടൈം വേസ്റ്റേഴ്സ് എന്ന് പറയും സിംപ്ലി. ഇതിന് വലിയ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒന്നുമില്ല, വളരെ പ്രാക്ടിക്കൽ സംഭവം എന്നുള്ളൂ. ടൈം വേസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രാവിലെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് മോൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായ ടൈം ഏതാണ് കൂടുതൽ പഠിക്കാൻ, ആ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക്ക് നമ്മൾ റെഡിയാക്കി ഇടുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുള്ളൂ. നമുക്ക് എപ്പോൾ എണീക്കണം എന്നുള്ള കാര്യം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് എപ്പോൾ ഉറങ്ങണം എന്നുള്ള പ്ലാനിങ് ആവും. മിനിമം 6-6.5 മണിക്കൂർ കുട്ടി ഉറങ്ങണം. പരീക്ഷക്കാലമാണെന്ന് വിചാരിച്ച് കൂടുതൽ തലയിലേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങുന്ന പ്രിയ കൂട്ടുകാർ, അവരുടെ അച്ഛന്മാരൊന്നും ശ്രദ്ധിക്കേണ്ടത് കൊച്ചൊരു 6 മണിക്കൂർ എങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. 6-6.5 മണിക്കൂർ. ഈ ഉറക്കം വരുമ്പോൾ തലേദിവസം എപ്പോൾ കിടന്നാലാണ് രാവിലെ 5 മണിക്ക് എണീക്കണമെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. 4 മണിക്കാണ് അതനുസരിച്ച് ഉറങ്ങിക്കണം. അപ്പോൾ അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ടൈമിങ്ങിന് എത്ര സമയം ഏതൊക്കെ എപ്പോൾ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് നോർമൽ ടൈമാണ്, അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടൈമിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മോൻ്റെ ഷെഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ രാവിലെ മുതലുള്ള ഓരോ ഷെഡ്യൂളിൽ ഇവൻ ബ്രഷിങ് മുതൽ കുളി ഉണ്ടെങ്കിൽ അതടക്കമുള്ള ഓരോ പ്രോസസ്സിലും ബോഡിയൊക്കെ ഹൈജീൻ ആണെന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ടി വി കാണണമെങ്കിൽ അവനെ മോനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രോഗ്രാം, കമ്പ്യൂട്ടറിൽ കുറച്ച് ഗെയിമൊക്കെ ചെയ്യുമ്പോൾ റിലാക്സ്ഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/2 മണിക്കൂർ ആയിക്കോട്ടെ, 15 മിനിറ്റ്സ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ റിസോഴ്സുകളെയും കൂടെ കൂട്ടിയിട്ട് ഒരു വർക്കിംഗ് പ്ലാൻ, 10 days വർക്കിംഗ് പ്ലാൻ or 9 days വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് അതിലൊരു 80% വേണ്ട, ഒരു 70% നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്നിരിക്കും. അപ്പോൾ പഠനത്തിനുള്ള ടൈം ഓരോ വിഷയത്തിനും സെറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് 2.5 മണിക്കൂർ എന്നൊക്കെ രീതിയിലും കിട്ടുകളയരുത്. നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ ടൈം, ഏറ്റവും കംഫർട്ടബിളായൊരു നമ്മുടെ ഡേയിൽ അല്ലെങ്കിൽ ആ ടൈമിൽ ഏതെങ്കിലും ക്രമീകരിക്കുക. അതിൽ തന്നെ ഒരു ചില ആൾക്കാർക്ക് 20-25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധ പോകുമെങ്കിൽ ഒരു 5 മിനിറ്റ് നോർമൽ ബ്രേക്ക്. ആ സമയത്ത് ഓടിപ്പോയി TV ഒന്നും വെക്കരുത്, ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ചിലപ്പോൾ 40 മിനിറ്റ്സ് ഒക്കെ ചിലർക്ക് ഒറ്റ സ്ട്രെച്ച് പറ്റും. ചില കുട്ടികൾക്ക് ഒരു ടൈം, ചിലർക്ക് ഒറ്റ സ്ട്രെച്ച് 1 hour പറ്റും. ഐഡിയൽ 20-25 to half an hour. 40 മിനിറ്റ്സും കുഴപ്പമില്ല. 45 മിനിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്, തിരിച്ച് വന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഉറക്കം തരുന്ന രീതിയിലുള്ള സവാള, ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോസ് സാധനങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കുക. ലൈക്ക് അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാനിരിക്കുക. ഇപ്പോൾ വിപിൻ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം ഈ എഴുതി ഒട്ടിച്ച് വെക്കുക എന്നൊരു പ്രാധാന്യം പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് പറ്റും ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെക്കുമ്പോൾ അതെങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തപ്പെടുന്നത്? കാണുന്നത് അനുകരിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെയാണ്. അവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും പഴയൊരു ഫിലിം ഉണ്ടല്ലോ, ഗജനി ഫിലിം. ഈ ഗജനി ഫിലിമിൽ തമിഴിലും ഹിന്ദിയിലും ഹിറ്റായ ഒരു പടമാണ്. അതിൽ സൂര്യയുടെയും അമീർ ഖാൻ്റെ റോളുകളിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മെമ്മറി ലോസ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്നൊരു ക്യാരക്ടർ വരിക. ഇതേപോലെ നമ്മളും കുറച്ചും മറന്നുപോകും. മനുഷ്യനെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വഴിയായിട്ട് ധാരാളം ഇൻഫർമേഷൻസ് മനസ്സിലേക്ക് കയറുകയാണ്. ഒരു ഇൻഫർമേഷൻ തൊട്ട് മുമ്പുള്ള ഇൻഫർമേഷനെ മറച്ചു കളഞ്ഞേക്കാം. എപ്പോഴാണ് ഊർജ്ജം മനസ്സിലേക്ക് വരിക, മോട്ടിവേഷൻ എന്ന് പറയും, ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ അതിലേക്ക് പ്രിപ്പയർഡ് ആയി കഴിക്കും. ബ്രെയിൻ അത് റെഡിയാക്കും. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ പേപ്പറിലേക്ക് കറക്റ്റായിട്ട് എനിക്ക് റെഡിയാക്കി വെക്കുകയും പിന്നെ എനിക്ക് വേണ്ടത് റിമൈൻഡിങ് ആണ്. ലൈക്ക് ഫോളോ അപ്പ് എന്ന് പറയുന്ന പോലെ, അല്ലെ പഠിച്ച കാര്യം റിവിഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഓരോ സമയക്രമങ്ങളും എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ ആ ചിട്ട, ക്രമം, ഡിസിപ്ലിൻ, ഇതൊക്കെ കുട്ടി ചെറുപ്പം മുതലേ പഠിച്ചാണ്. ഇതൊക്കെ ബ്രെയിനിൽ ഓരോ ന്യൂറൽ പാത്തായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഡർ എഴുതി വെച്ചാൽ എന്താ ഗുണം, ആ ഓർഡർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ ഒരു അലേർട്ട്നെസ് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലേസിനെസ് അങ്ങ് മാറും. ഇപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ്സിലായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്സ് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത്? സിമ്പിൾ. നമുക്ക് റിലാക്സേഷൻ നത്തിങ് വേണം. നമ്മുടെ ടെൻഷൻ പിടിച്ച മൈൻഡിൽ നിന്ന് നമ്മൾ മനസ്സിനെ കുറച്ച് നേരത്തേക്ക് നിശബ്ദമാക്കുക എന്നുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ടാവും. നിങ്ങളൊരു കസേരയിൽ നിവർന്നിരിക്കുക, നട്ടൽ നിവർത്തിയിരിക്കുക, കാലുകൾ തറയിൽ ശാന്തമായിട്ട് വെക്കുക, കൈകൾ ക്രോസ് ചെയ്യാതെ കാല് ക്രോസ് ചെയ്തിരിക്കുക, അല്പം ഒന്ന് കണ്ണടയ്ക്കുക. അല്പമല്ല, നന്നായിട്ട് കണ്ണടച്ചോട്ടെ. ഫാനാണെങ്കിൽ ഫാൻ, AC ആണെങ്കിൽ AC. ഏറ്റവും ബെസ്റ്റ് ഒരു ഫാൻ കറങ്ങുന്ന ശബ്ദം, അല്ലെ കാറ്റടിക്കുന്ന ശബ്ദത്തിലേക്ക് ഇട്ട് ശാന്തമായിട്ടിരിക്കുക. കുട്ടി പിന്നെ ചെയ്യേണ്ടത് സ്വന്തം ശ്വാസോച്ഛ്വാസത്തിൽ നോക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എങ്ങനെ പോകുന്നു നോക്കുക. പതിയെ ഒരു 3 മുതൽ 5 തവണ വരെ കുട്ടിയുടെ അനുസരിച്ച് ശ്വാസം ദീർഘമായിട്ടൊന്ന് ഉള്ളിലേക്ക് എടുക്കുക, ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എടുത്തതിനേക്കാളും കൂടുതൽ സമയമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. എടുക്കുമ്പോൾ ചെസ്റ്റ് ആയിരിക്കരുത് നിറയുന്നത്, വയറ് നിറയുന്നു എന്ന് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ബലൂൺ നിറയുന്ന പോലെ കണ്ണടച്ച് വയറ് നിറയുന്നു എന്നുള്ള ഫീലിങ്ങിൽ ശ്വാസം ദീർഘമായിട്ട് എടുക്കുക, ദീർഘമായിട്ട് പുറത്തേക്ക് വിടുക. അതിനുശേഷം വീണ്ടും നോർമൽ ബ്രീത്തിങ്ങിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലൊരു 3 തവണ പറയുക റിലാക്സ് എന്ന് വാക്ക്. നീട്ടി വേണേൽ പറയാം നമുക്കിങ്ങനെ റിലാക്സ് എന്ന് പറയാം. സ്വന്തമായിട്ട് രീതി പറയാം. ഇനിയിപ്പോൾ ടോണൊന്നും കിട്ടിയാലും കുഴപ്പമില്ല, ഈ വാക്ക് ബ്രെയിൻ മനസ്സിലാക്കും, ഓട്ടോമാറ്റിക്കലി ശരിയും. അങ്ങനെ റിലാക്സ് എന്ന വാക്ക് ഒരു 3 തവണ 3-4 തവണ പറഞ്ഞ് 1-2 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന്
പതിയെ കണ്ണ് തുറന്ന് എണീറ്റിട്ട് കൈയൊന്ന് കൂട്ടിത്തിരുമ്മി കണ്ണുകളിലും കവിളുകളിലും ദേഹത്ത് മൊത്തം ഒന്ന് എനർജി ഒന്ന് കൊടുത്ത് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് തിരിച്ചു വരാം. ഇങ്ങനൊരു മെത്തേഡ്. ഇനി ഇതിൻ്റെ കൂടെ റിലാക്സിൻ്റെ കൂടെ തന്നെ വേണം മനസ്സിൽ പറയാം, ഐ ക്യാൻ, ഐ എം റിലാക്സ്ഡ്, എനിക്ക് പറ്റും, ഞാൻ നേടാൻ പോകുന്നു, എനിക്ക് യാതൊരു ടെൻഷൻസും ഇനി മുതൽ ഉണ്ടാവില്ല, അല്ല എൻ്റെ ടെൻഷൻസ് കുറയുന്നു, ഐ എം റിലാക്സ്ഡ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ഇത് ഒരു ഓട്ടോ സജഷനായിട്ട് സെൽഫ് മോട്ടിവേഷൻ റിസൾട്ടും ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഇതേ സാധനം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങാം എന്ന രീതിയിലൊക്കെ പറയാം. ഇതൊരു ഡീറ്റെയിൽ പ്രൊസീജിയറാണ്. നമ്മൾ സൈക്കോളജിക്കൽ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. പരീക്ഷാ ഹാളിൽ വന്നാലും 5 മിനിറ്റ് എടുക്കണ്ട, 1 മിനിറ്റ് അല്പം ഒന്ന് കണ്ണടച്ചിരിക്കുക, മനസ്സിനോട് പറയുക റിലാക്സ്, എന്തിനകത്ത് ടെൻഷൻ അടിക്കുന്നത്, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ മനസ്സിനോട് സംസാരിക്കാം, സ്വയം ഒന്ന് സംസാരിക്കാം. ഇങ്ങനെ ഈ രീതിയിലേക്ക് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. സോ റിലാക്സ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഒരു ചോദ്യത്തിനും എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. നോ ക്വസ്റ്റ്യൻസ് ക്യാൻ ഡിഫീറ്റ് മീ. ഞാൻ പറയുന്ന ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിസ്റ്റുകൾ പേരൻസ് തന്നെയാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ. വളരെ നന്നായി പഠിച്ചൊരു കുട്ടിക്കും ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വളരെ ടെൻഷൻ തുടങ്ങും. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് മുഴുവൻ പോവും. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷാ ദിവസം ഒരു സ്ട്രെസ് ഉണ്ടായാൽ അതിനെ നേരിടേണ്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? 3 ലെവലിലാണ് ഏതൊരു ടാസ്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്ന്, പരീക്ഷയ്ക്ക് മുമ്പ്. നമ്മൾ പരീക്ഷ വെച്ച് പറഞ്ഞാൽ ഏത് വ്യക്തിക്ക് ഏത് ജോലിക്കും ഇങ്ങനെ തന്നെയാണ് ആപ്ലിക്കബിൾ ആണ്. പരീക്ഷയ്ക്ക് മുമ്പ്, പരീക്ഷാ ദിവസങ്ങളിൽ, പരീക്ഷയ്ക്ക് ശേഷം. പെർഫോമൻസ് ഡേ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അന്നത്തെ ദിവസം നല്ലൊരു വയറിൻ്റെ അസുഖം വന്നാലും പോയി, കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പരീക്ഷ തലേദിവസം തന്നെ മുതൽ തന്നെ മനസ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അടുക്കി വെക്കേണ്ട കാര്യങ്ങൾ അടുക്കി വെക്കുക. ഹാൾ ടിക്കറ്റ് രാവിലെ ദിവസം അന്നത്തെ ദിവസം രാവിലെയാണ് എടുക്കുന്നതെങ്കിൽ അന്ന് പോലും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം. തലേ ദിവസം ഒരുക്കേണ്ട എല്ലാ പെൻസിൽ, ഡയഗ്രംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, പെൻസിലൊക്കെ പലപ്പോഴും ഷാർപ്പൻ ചെയ്ത് വെക്കുന്ന കാര്യം പോലും വിട്ടുപോകും. ഇതൊക്കെ തലേദിവസം ഓർഡറാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ടെൻഷൻ പോയി. പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മനസ്സിനോട് രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയണം, ഇന്ന് എൻ്റെ ജഡ്ജ്മെൻറ്റ് ഡേ എന്നല്ല പറയേണ്ടത്, ഞാൻ കാത്തിരുന്ന ദിവസം ഇതാണ്, ഞാൻ അതിനുവേണ്ടി തയ്യാറാവണമെന്നുള്ള മൈൻഡിൽ തന്നെ വേണം പരീക്ഷ നടക്കുന്ന സ്കൂളിലേക്കൊക്കെ ചെല്ലാനായിട്ട്. അവിടെ ചെന്ന് ടെൻഷൻ അടിക്കുന്ന കൂട്ടുകാരൻ നടുക്കോട്ട് ദയവായിട്ട് കയറരുത്. കുറച്ചുകൂടി ടെൻഷൻ കിട്ടും. അത്യാവശ്യം കയ്യിൽ വെള്ളമൊക്കെ ഉള്ളതെന്നുള്ളതാണ്, അതിൽ നടക്കുന്നുള്ളതാണ്. ഒന്ന് മൂവ് ചെയ്ത് അന്നൊരു കംഫർട്ടബിളായിട്ട് അങ്ങനെ മൂവ് ചെയ്തിട്ട് റിലാക്സ്ഡ് ടോണിൽ വേണം നമുക്കതിലേക്ക് ഈ പരീക്ഷാ ഹാളിലേക്കൊക്കെ കയറാനായിട്ട്. അവസാന നിമിഷം ഓടിച്ചിട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് പോവുകയും